സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം. കനത്ത മഴയിൽ പലയിടങ്ങളിലും വീടുകൾ തകർന്നു. മരം വീണും മണ്ണിടിഞ്ഞും ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പലയിടത്തും നദികൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എങ്ങനെ? വിവരങ്ങൾ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ തുടരാൻ സാധ്യത പ്രവചിക്കുന്നുണ്ട്. നാളെ മറ്റന്നാൾ കൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ബുധനാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ ദുർബലമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പക്ഷേ ഇന്ന് ശ്രദ്ധ ചെലുത്തണം. പ്രത്യേകിച്ച് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിലാകട്ടെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിലുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാകട്ടെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. നാളെയും മറ്റന്നാളും കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനമുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് മണിക്കൂർ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലായി കാറ്റിന് സാധ്യതയുണ്ട്. കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലൊക്കെ മരം കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങളും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ അത് ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ടും മലയോര മേഖലയിലും ജാഗ്രത തുടരണം. തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് 4.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും കേരള തീരത്ത് സാധ്യത നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രാത്രിയും ആ തരത്തിൽ തന്നെ കടലാക്രമണവും മറ്റുമൊക്കെ തുടരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. അതുപോലെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരുന്നുണ്ട്. ഉമേഷ്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.